السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയ സഹോദരിമാരെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മളെ വിഷയം എന്ന് പറയുന്നത് നമ്മളെ കുടുംബ ബന്ധങ്ങളിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരും വ്യത്യസ്ത ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ്. നമ്മൾക്ക് ചുറ്റുവട്ടത്ത് പല രീതിയിൽ പെരുമാറുന്നവരുണ്ടാവും അല്ലേ? പല സ്വഭാവക്കാരായിരിക്കും. ഒരു ഫാമിലിയിൽ തന്നെ നമ്മൾ ഒരുപോലെ ചിന്തിക്കുന്ന ആളുകളെ മാത്രമല്ല കാണുക. വ്യത്യസ്ത സ്വഭാവം, വ്യത്യസ്ത വേദന, വ്യത്യസ്ത വളർച്ചാ നിലകള്, എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നീതിയോടെ, ബുദ്ധിയോടെ, ഹൃദയത്തോടെ പെരുമാറാനാണ്. നമുക്ക് ഏത് രീതിയിലുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് ആദ്യം ഒന്ന് നോക്കാം ഇൻഷാ അള്ളാ. ഒന്നാമത്തെ കൂട്ടരാണ് എപ്പോഴും വിമർശിക്കുന്ന ആളുകള്. അവരെപ്പോഴും എല്ലാത്തിലും കുറ്റം കണ്ടെത്തും, തെറ്റ് കണ്ടെത്തും. അവരൊരിക്കലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ നന്നായി എന്ന് പറയാൻ ചെയ്യൂല. ഒരു അപ്രിസിയേഷൻ തരൂല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറ്റം കണ്ടെത്തുന്ന സമയത്ത് നമ്മള് കാര്യം തുറന്നു പറയാം, ഇന്ന രീതിയിലാണ് ഉണ്ടായത്. അല്ലാതെ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് വിശദീകരിച്ച് അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ആ ഓവറായിട്ട് ട്രൈ ചെയ്യുമ്പം അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയൂല, നമുക്കത് വേദനാജനകമായിരിക്കും. അതേപോലെ തന്നെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അതിർത്തി വരമ്പ് നമ്മുടെ ഹൃദയത്തിന് മുന്നിൽ നിശ്ചയിക്കുക. ആ അതിർത്തിക്ക് പുറത്ത് ഒരു മതിൽക്കെട്ട് ഉണ്ടാക്കുക നമ്മുടെ ഹൃദയത്തിന് മുന്നിൽ. ആ മതിൽക്കെട്ടിന് അപ്പുറത്ത് നിന്നിട്ട് അവര് സംസാരിക്കട്ടെ. കാരണം അവരെ സംസാരം ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിലേക്ക് തറച്ചു കയറിയാൽ അത് നമുക്ക് വേദനാജനകവും നമ്മുടെ മനസ്സമാധാനം കളയാനും ഇടവരും. അപ്പൊ നമ്മൾ അവിടെ കാര്യം പറയാ, സൈലന്റ് ആവുക. നമ്മള് അവരെ ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെ അവിടുന്ന് മാറി നിൽക്കാം. യാ അലീം യാ അള്ളാഹ് എന്നുള്ളത് നമ്മളെപ്പോഴും പറയാ. കാരണം അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു മാറ്റിത്തരാൻ കഴിവുള്ളവനാണ് അല്ലെ? നമ്മളെ അടുത്ത് ശരിയുണ്ടെങ്കിൽ അത് അള്ളാഹു അറിയുന്നുണ്ട്. അതുപോലെ നമുക്ക് അവരോട് പറയാവുന്ന വാക്ക് എന്ന് വെച്ചാൽ എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, ഇൻഷാ അള്ളാഹ് ഞാൻ ശ്രദ്ധിച്ചോളാം. ഈ രീതിയിൽ അവരോട് പറഞ്ഞ് പെട്ടെന്ന് അവരെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടിയാണ്, രണ്ടാമത്തെ കൂട്ടരാണ് ഈഗോ ഉള്ള ഒരു ഞാനെന്ന അഹങ്കാരം. എല്ലാവരും അടിച്ചമർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം, എല്ലാം എന്റെ കൺട്രോളിലാവണം, എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കണം, ഈ ഒരു ചിന്തയുള്ളവര് അവരെപ്പോഴും നമ്മളെ ചെറുതാക്കി കാണും. നമ്മൾക്ക് തന്നെ നമ്മളെ ചെറുതായിട്ട് തോന്നുന്ന രീതിയിലായിരിക്കും അവരെ പെരുമാറ്റം. അപ്പൊ അവരുടെ മുന്നിലും നമ്മളെ കൂടുതൽ വാദിക്കാൻ പോവാതിരിക്കാണ് നല്ലത്. കാരണം അവർ വിട്ടു തരൂല. അതിനു പകരം നമ്മള് ഓക്കെ ഈ കാര്യങ്ങൾ പറയാ, കീപ് സൈലന്റ്. കാരണം അവിടെ സൈലന്റ് ആണ്, മിണ്ടാതിരിക്കലാണ് അവിടുത്തെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ അള്ളാഹുവിനോട് യാ അസീസ് യാ അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അള്ളാഹു പ്രതാപം നൽകുന്നവനാണ്, മാനം നൽകുന്നവനാണ്. അപ്പം ആ അള്ളാഹുവിനെ, മാനം നൽകുന്ന അള്ളാഹുവിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, യാ അസീസ് യാ അള്ളാഹ്. അതുപോലെ അവരോട് പറയാനുള്ള മറുപടി എന്ന് പറഞ്ഞാല്, ഞാൻ എന്റെ രീതിയിൽ നോക്കാം, എനിക്ക് കഴിയുന്ന പോലെ ചെയ്തു നോക്കാം. ഈ രീതിയിൽ പറഞ്ഞ് അവരെ എത്തുന്ന ഒഴിവാവുക. മൂന്നാമത്തെ കൂട്ടരാണ് പെട്ടെന്ന് വേദനിക്കുന്നവര്. പെട്ടെന്ന് ഇമോഷണലി കരയും, സങ്കടപ്പെടും. അതേപോലെ അവര് പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ആ രീതിയിൽ അവര് ചിന്തിക്കണമെന്ന്, പക്ഷെ അവര് പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. ഇങ്ങനെയുള്ളവര് ഉള്ളിൽ വേദന അനുഭവിച്ചവരും മുറിവുള്ളവരൊക്കെയാണ് പെട്ടെന്ന് കരയുന്നവര്. അവരോട് എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാം. നമ്മളെപ്പോഴും അവരെ ഒരു വില കൊടുക്കാൻ ശ്രമിക്കുക, അവരെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കാം. അതുപോലെ അള്ളാഹുവിനോട് പറയാനുള്ള അള്ളാഹുവിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞാല് യാ റഹീം യാ അള്ളാഹ്, കരുണയുള്ളവനെ. അത് പറയുന്ന സമയത്ത് നമ്മളോടും അവരോടും അള്ളാഹു കരുണ കാണിക്കും. യാ റഹീം യാ അള്ളാഹ്, നിന്നെ. അതുപോലെ തന്നെ നമുക്ക് അവരോട് തുറന്നു പറയാൻ പറ്റും, നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത്. അടുത്ത കൂട്ടരാണ് മാനിപ്പുലേറ്റീവ് അഥവാ ഗിൽറ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്ന് വെച്ചാല് നമ്മളെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാക്കാം. നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തെറ്റുകൾ ഇങ്ങനെ ചുഴിഞ്ഞെടുത്തോണ്ട് നമുക്കുള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാക്കി മാറ്റുക. ചിലപ്പോൾ അതിന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായി.
നമ്മളെ സ്വഭാവം, നമ്മൾ ചിരിക്കണോ അല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കണോ സങ്കടപ്പെടുത്തണോ എന്നൊക്കെ അവര് കൺട്രോൾ ചെയ്യാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ അവര് കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അങ്ങനെയുള്ളവർക്കും നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാരിറ്റി കൊടുക്കാം, എന്താണ് സംഭവിച്ചത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. അതേപോലെ ചെറിയ വാക്കുകളിൽ മറുപടി കൊടുത്തുകൊണ്ട് അവിടുന്ന് മാറുകയാണ് നല്ലത്. അവരുടെ കുറ്റപ്പെടുത്തൽ കേട്ട് അവിടെ നിന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം നമ്മളെ അങ്ങനെ കുറ്റബോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവരെ മുന്നിൽ കരയാതെ വാദിച്ചു നിൽക്കാതെ ചെറിയ വാക്കുകളെ കൊണ്ട് മറുപടി കൊടുത്തോണ്ട് അവിടുന്ന് മാറി നിൽക്കാം. അതുപോലെ യാ ഹക്കീം യാ അള്ളാഹ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ തീരുമാനങ്ങൾ അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഓക്കെ ഞാൻ ചിന്തിച്ചിട്ട് തീരുമാനിച്ചോളാം എന്ന് പറയാം. കാരണം അവർക്ക് കൺട്രോൾ കൊടുക്കാതിരിക്കാം. അതുപോലെ അഞ്ചാമത്തെ കൂട്ടരാണ് സൈലന്റ് ആയിരിക്കും പക്ഷെ നെഗറ്റീവ് എനർജി ഉള്ളവരായിരിക്കും. അവർ ആരുടെയും നന്മ കാണൂല, അവരിങ്ങനെ ഒബ്സർവ് ചെയ്യുക ചെയ്യുക, എല്ലായിടത്തും നോക്കി കാണുക ചെയ്യുക. കൂടുതൽ സംസാരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എല്ലാവരും കുറ്റമായിരിക്കും അവർ കാണുന്നത്, എല്ലാവരും മിസ്റ്റേക്കുകളാവും കാണുന്നത്. അവരോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ആ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെയുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക, അള്ളാഹുവെ എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ളത് നമ്മളെ ഹൃദയം അള്ളാഹുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക, നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മളെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യാം, നമ്മളെ അവരിൽ നിന്ന് കുറച്ച് ദൂരം പാലിക്കാം, മാക്സിമം അവരുമായിട്ട് അടുക്കാതിരിക്കാണ് ഏറ്റവും നല്ലത്. യാ ഹഫീളു യാ അള്ളാഹ്, സംരക്ഷിക്കുന്നവനെ എന്നുള്ള ആ ഒരു പേരാണ് ആ സമയത്ത് നമുക്ക് വിളിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യാ ഹഫീളു യാ അള്ളാഹ്. അള്ളാഹു എന്നെ കാക്കുന്നുണ്ട്, അള്ളാഹു എന്നെ സംരക്ഷിക്കുന്നുണ്ട്, അല്ല നമ്മളെ ഹൃദയത്തെ അള്ളാഹു സംരക്ഷിക്കുന്നുണ്ട്. ആ നെഗറ്റീവ് എനർജിന്ന് നമ്മളെപ്പോഴും നമ്മളെ ഹൃദയത്തെ സംരക്ഷിക്കാൻ നമ്മളെ സംരക്ഷിക്കാം. ഇനി അടുത്ത കൂട്ടരാണ് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കൂട്ടര്, സപ്പോർട്ട് ഇല്ലാത്ത ക്ലോസ് റിലേറ്റീവ്സ്. എന്ന് വെച്ചാല് നമുക്ക് സപ്പോർട്ട് തരാത്ത, നമ്മളെ ഒന്നിലും സപ്പോർട്ട് ചെയ്യാത്ത നമ്മുടെ സ്വന്തം കുടുംബക്കാര്, നമ്മുടെ വീട്ടുകാര് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ളവര്. അവര് എപ്പോഴും ഇതേപോലെ തന്നെ നമ്മളെ മിസ്റ്റേക്ക് കാണാനോ അല്ലെങ്കിൽ നമ്മളെ കളിയാക്കാനോ നമ്മളെ ഒറ്റപ്പെടുത്താനോ അവഗണിക്കാനോ ഒക്കെ ആയിരിക്കും ശ്രമിക്കാം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ പ്രതീക്ഷകളെ ഒഴിവാക്കാം. അവര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാം എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഒഴിവാക്കാം. കാരണം ചെയ്യാത്ത കൂട്ടരെ നമുക്ക് ചെയ്യിപ്പിക്കാൻ കഴിയൂലല്ലോ. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹു എനിക്ക് അവരെ സപ്പോർട്ട് വേണമെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹ്ക്ക് മാറ്റാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. അള്ളാഹ്ക്ക് ആളുകളുടെ മനസ്സ് മാറ്റാൻ ഈസിയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് യാ വലിയ അള്ളാഹ്, അള്ളാഹു കൂട്ടുകാരനാണ് അല്ലെ, അള്ളാഹു വലിയാണ്, നമ്മുടെ എല്ലാവരെയും തൊട്ടടുത്തുള്ള ആളാണ് അള്ളാഹു. അപ്പം അള്ളാഹു മതി, ഹസ്ബുൻ അള്ളാഹു വനിഅമൽ വക്കീൽ അലൈഹി തവക്കൽന എന്നത് അള്ളാഹു മതി എന്നുള്ള കാര്യം നിങ്ങളില്ലെങ്കിലും സപ്പോർട്ട് ഇല്ലാത്ത റിലേറ്റീവ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് ആര് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് അള്ള മതി, അള്ള എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ രീതിയിൽ നമ്മൾ നമ്മളെ മൈൻഡിനെ സെറ്റാക്കുക. നമ്മൾ യാ വലിയ അള്ള, അതേപോലെ ഹസ്ബുൻ അള്ളാഹു വനിഅമൽ വക്കീൽ ഇതെല്ലാം പറയാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെ ഇതിൽ ആര് നമ്മളെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇതുപോലെയുള്ള ആര് ആളുകൾ സംസാരിക്കാൻ വരികയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് ചൊല്ലിക്കൊണ്ടായിരിക്കാം ഓരോരുത്തരോടുള്ള സംസാരം. കാരണം അവിടെ ഷെയ്ത്താനിന് കളിക്കാൻ കഴിയൂല, അള്ളാഹു അവനെ തിരിച്ചു വെക്കും. ഓക്കെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ കൂട്ടരൊന്നും നമുക്ക് മാറ്റാൻ കഴിയൂല. എല്ലാവരും മാറ്റാൻ ശ്രമിച്ചിട്ട് നമ്മൾ നമ്മളെ ജീവിതം വെറുതെ പാഴാക്കരുത്. നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് മാത്രം മാറ്റിയാൽ മതി. അപ്പൊ നമുക്ക് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ഉള്ള ഒരു ജീവിതം കിട്ടും ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു പേഴ്സൺ, ഒരാളെന്ന് പറഞ്ഞാല് അവരുടെ ഇമോഷൻസ്, അവരുടെ വികാരങ്ങള്, അള്ളാഹുവിന്റെ പേര് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് നമ്മുടെ ഒരു ഫാമിലി ഫോർമുല എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ആ ആള് എങ്ങനെയാണോ, ആരാണ് എന്നുള്ളത് നോക്കുക. ആ ആള് എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത്. അപ്പം അയാള് പെരുമാറുന്ന ദേഷ്യം പിടിക്കാന്ന് വെച്ചാൽ നമുക്ക് പേടിയായിരിക്കും വരിക, അല്ലെ?
അപ്പം നമ്മള് വേഗം അള്ളാഹുവിനോട് യാ അലിം യാ അല്ലാ യാ അലിം അള്ളാഹു നീക്കല്ലതും അറിയാലോ. അതുപോലെ തന്നെ ആ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മള് സൈലന്റ് ആയിട്ടിരിക്കുക. നമുക്ക് മാക്സിമം അവിടുന്ന് മാറി നിൽക്കാം. മാറി നിൽക്കാൻ അവസ്ഥ ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് പോയി ഉളു എടുക്കുക, 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആ സമയം കൊണ്ട് മറ്റേ ആളുടെ ദേഷ്യം മാറിയിട്ടുണ്ടാവും ഇൻഷാ അല്ലാ. ഈ പലപ്പോഴും നമ്മള് രണ്ടു കൂട്ടരും ഓപ്പോസിറ്റ് നിൽക്കുന്നവരും നമ്മളും ദേഷ്യം പിടിക്കുമ്പോഴാണ് നമ്മുടെ ഫാമിലി ലൈഫ് അത്രയും ദുർഘടമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഓർമ്മിക്കാനുള്ള കാര്യം, സബറ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ അടിച്ചമർത്തലല്ല. അതേപോലെ നമ്മള് സബർ എന്ന് പറയുന്നത് എല്ലാത്തിലും ക്ഷമിച്ച് നമ്മൾ അത് എങ്ങനെ തരണം ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് സബർ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവരെയും മുന്നിലും അടിച്ചമർത്താൻ നിന്ന് കൊടുത്തിട്ട് ഞാനല്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയ്ക്കല്ല സബർ അഥവാ ക്ഷമ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പലപ്പോഴും സൈലന്റ് ആയിരിക്കുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ്സോ കഴിവുകേടോ ഒന്നും അല്ല. മറിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ കഴിവ്. നമുക്കുള്ള ശക്തി എന്ന് പറയുന്നത് നമുക്ക് അവിടെ സൈലന്റ് ആയി ഇരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ ആ ശക്തി നമ്മള് പതിയെ പതിയെ നേടിയെടുക്കുക. ഇസ്ലാമില് ബാലൻസ് വരുന്നുണ്ട്, സ്നേഹം വരുന്നുണ്ട്, അതേപോലെ തന്നെ ആദരവും വരുന്നുണ്ട് അല്ലെ. എന്റെ സമാധാനം മറ്റുള്ളവരുടെ സ്വഭാവം തീരുമാനിക്കരുത്. എന്റെ സമാധാനം എന്റെ ഹൃദയത്തിലാവണം, അല്ലാതെ മറ്റുള്ളവരുടെ നാവിലാവരുത്. അതേപോലെ ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഒരു കുടുംബത്തിലെ ആളുകൾ പല രീതിയിൽ പെരുമാറുന്നത് എന്ന് നോക്കാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അവരോട് തിരിച്ച് പെരുമാറാൻ കഴിയും, നല്ല രീതിയിൽ പെരുമാറാൻ കഴിയും ഇൻഷാല്ലാ. ഒരു വീട്ടിൽ ജനിച്ചാൽ എല്ലാവരുടെയും മനസ്സ് ഒരേപോലല്ല. അതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, വളർന്ന സാഹചര്യം. ഒരാൾ വളർന്ന വീട്ടിൽ അവിടുത്തെ സംസാര രീതി, അവിടുത്തെ സ്നേഹം കിട്ടിയ രീതികള്, അവിടുത്തെ ശാസനം കിട്ടിയ വെച്ചാല് അവരെ ശിക്ഷിച്ച രീതികള്, ഇതെല്ലാം ഒരു കുഞ്ഞിന്റെ സ്വഭാവം രൂപപ്പെടുത്തും. അത് തന്നെയാണ് എത്ര പ്രായമായാലും അവരുടെ സ്വഭാവം കാണിക്കുന്നത്. അപ്പം സ്നേഹം കുറവായ വീട്ടിൽ വളർന്നവര് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല, കാരണം അവര് സ്നേഹം കിട്ടിയിട്ടില്ല. സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ അവർക്ക് അറിയില്ല. അപ്പം അങ്ങനെ വളർന്ന ഒരാളെ നമ്മള് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല, കാരണം അവർക്ക് അറിയാത്ത കാര്യം അവർക്ക് ചെയ്തു തരാൻ കഴിയില്ല. അതേപോലെ തന്നെ അധിക നിയന്ത്രണം കണ്ട് വളർന്നവര്, എല്ലാത്തിലും മോനെ അവിടെ പോലെ ഇവിടെ പോലെ അങ്ങനെ ആക്കില്ല, അല്ലെങ്കിൽ പേടിപ്പിച്ച് വളർന്നവര്, ഇങ്ങനെ അധിക നിയന്ത്രണം കണ്ടവരാണ് വെച്ചാല് അവരും നം- മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യും. അവര് വലുതായി അവര് കല്യാണം കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ മക്കളായാലും ഒക്കെ അവരും തിരിച്ചും എല്ലാവരും കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പൊ അത് അവര് വളർന്നു വന്ന സാഹചര്യം കൊണ്ടാണ് അല്ലെ. നമ്മൾക്ക് അറിയാം, നമ്മൾ വളർന്ന വീട്ടിൽ തന്നെ ഇപ്പം ഒരു വീട്ടില് 3 മക്കളുണ്ടെങ്കിൽ മൂത്ത മോനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും വളർത്തിണ്ടാവുക. അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയത്, ഈ ഭക്ഷണം കഴിക്കണം, ഈ രീതിയിൽ നടക്കണം, ഈ രീതിയിൽ ഇരിക്കണം. ഒരു 3 മക്കളോ 4 മക്കളോ ഉണ്ടെങ്കിൽ നാലാമത്തവന് യാതൊരുവിധ ശിക്ഷണവും ഉണ്ടാവില്ല. അവന് ഒരു പുന്നാരമോനെ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പുന്നാരമകൾ എന്നുള്ള രീതിയിൽ എപ്പോഴും സ്വാതന്ത്ര്യമായിരിക്കും വീട്ടില്. എപ്പോ വേണേലും എന്ത് വേണേലും ചെയ്യാം, എങ്ങനെ വേണേലും നടക്കാം, എങ്ങനെ വേണേലും ഇരിക്കുക, ഈ രീതിയിലായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിലും അതിയായ മാറ്റം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരാളും മറ്റൊരാളെ പോലെ ആയിരിക്കില്ല. രണ്ടാമത്തെ കാര്യം കുട്ടിക്കാലത്തുള്ള വേദനകളാണ്. അവരിപ്പം പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മളോട് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ വേറെ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും പലപ്പോഴും ചെറിയ കുഞ്ഞായിരിക്കുമ്പം അവർക്ക് കിട്ടുന്ന വേദനകള്, അവരെ മനസ്സിലുണ്ടായി വേദനകള്, ചില പേടികള്, അതേപോലെ സ്നേഹക്കുറവ്, സ്നേഹം കിട്ടാതിരിക്കുക, അതേപോലെ ഈ മറ്റുള്ളവര് അവഗണിക്കുക. കുഞ്ഞായിരിക്കുമ്പം നെവർ, ആ ഓനല്ല അത് സാരല്ല ഓനെ ഒഴിവാക്കുക, ഓ അത് മൈൻഡ് ചെയ്യണ്ട, ഈ രീതിയിൽ അവഗണന കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കുഞ്ഞുങ്ങളെ മനസ്സിൽ മുറിവായിട്ട് കിടക്കുന്നതാണ്. അത് ഒരിക്കലും മാറാൻ പോണില്ല എന്നല്ല, അത് പലപ്പോഴും നമുക്ക് ചികിത്സിച്ച് മാറ്റേണ്ട അവസ്ഥ വരെ വരാറുണ്ട്. അപ്പം ഈ വേദന മാറാതെ പോയാലും അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവം
ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇപ്പം വെച്ചിട്ട് ഒരു വലിയ മനുഷ്യനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവരെ കുട്ടിക്കാല വേദനകൾ അവിടെ ഉള്ളിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും അവരുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അതേപോലെ തന്നെ അള്ളാഹു ഓരോരുത്തരെയും വ്യക്തിത്വം വ്യത്യാസമായിട്ടാണ് സൃഷ്ടിച്ചത്, അല്ലെ? ഓരോരുത്തരെയും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചത്. ചിലര് ഭയങ്കര സമാധാനമുള്ളവരായിരിക്കും, ചിലര് ഭയങ്കര പെട്ടെന്ന് കരയുന്നവര്, പെട്ടെന്ന് ചിരിക്കുന്നവര്, അല്ലെ? പെട്ടെന്ന് ചിരിക്കുന്നവര് പെട്ടെന്ന് കരയുന്നവരും ആയിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുക, അവർക്ക് ഇമോഷണലി കൺട്രോൾ ഉണ്ടാവില്ല, അവരെ വികാരങ്ങളിൽ കൺട്രോൾ ഉണ്ടാവില്ല. അവരെല്ലതും എക്സ്ട്രീം ലെവലിൽ ആയിരിക്കും, ഏറ്റവും കൂടുതലായിരിക്കും ചെയ്യാം. അതേപോലെ ചിലർ കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ, എല്ലാത്തിലും എന്താണ് കാരണം എന്ന് കണ്ടെത്തിയിട്ടേ ആ കാര്യം നടപടി ആക്കുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ വന്നു, എന്തുകൊണ്ട് പോയി, എന്തുകൊണ്ട് നിന്നു, അവിടെ എന്താണ് സംഭവിച്ചത്, ആഹാ അങ്ങനെ ആവാൻ പാടുണ്ടോ, അത് ഇങ്ങനെ അല്ല ആവേണ്ടത്, ഈ രീതിയിൽ കാരണങ്ങൾ കണ്ടെത്തുന്നവരായിരിക്കും. ചിലർ ഭയങ്കര സൈലന്റ് ആയിരിക്കും, അല്ലെ? എന്തോ നടന്നോട്ടെ, നോ പ്രോബ്ലം, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഈ രീതിയിൽ സൈലന്റ് ആയിരിക്കും. അപ്പൊ എല്ലാരും ഒരേപോലെ ആയിരുന്നെങ്കിൽ ലോകം ഒരിക്കലും വർക്ക് ചെയ്യൂലായിരുന്നു. എല്ലാരും സമാധാനപ്രിയരാണ് വെച്ചാല് ഈ ഒരു ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ എല്ലാരും സൈലന്റ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എല്ലാരും പെട്ടെന്ന് കരയുന്നവരാണെങ്കിൽ, പെട്ടെന്ന് കരയാ ചിരിക്കുക, ഇതന്നെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് എന്ന് വെച്ചാല് ഈ ലോകം വർക്ക് ചെയ്യൂലായിരുന്നു. അപ്പം അള്ളാഹു അതിനാണ് ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് എല്ലതും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലോകമാക്കി മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ പലപ്പോഴും ആളുകളുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന കാര്യമാണ് അവരുടെ ജോലി, അവരുടെ സ്ട്രെസ്, ടെൻഷന്, അതേപോലെ ജീവിതത്തിലെല്ലാം പല പ്രഷറുകളും. അത് ജോലിന്റെ ആവാം, പണത്തിന്റെ ആവാം, ആരോഗ്യത്തിന്റെ ആയിരിക്കാം, അവരുടെ ഉത്തരവാദിത്തങ്ങളിലായിരിക്കാം. ഇതെല്ലാം അവർക്ക് പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് സ്ട്രെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഈ സ്ട്രെസ് ഉള്ളവര് പെട്ടെന്ന് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യും, ചൂടാവും മറ്റുള്ളവരോട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുപ്പിക്കും. ഇപ്പം എനിക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ എനിക്ക് ഉള്ളിൽ എന്തോ ഒരു മറ്റുള്ളവരെ പോയാണ്ട് ഇങ്ങനെ ചൊറിയാന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നുണ്ടാവുക. അതേപോലെ നമ്മളെ മൈൻഡ് ഓവർലോഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളെ എല്ലാതും നമ്മളെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ ചെയ്യേണ്ടതാണെന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ഷൗട്ട് ചെയ്യും, ഉറക്കെ ഒച്ചിട്ട് ചീത്ത പറയാം, അല്ലെങ്കിൽ ഒച്ചിട്ട് സംസാരിക്കാന്ന് അറിയില്ല, കുട്ടികളോടാണെങ്കിൽ ഒച്ചിടുക, ഈ രീതിയിലായിരിക്കും അവര് പ്രതികരിക്കുക. എന്ന് വെച്ചാല് അവരുടെ തല ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്ട്രെസ് ഒഴിവാക്കുക, നമ്മൾ എല്ലാതും അള്ളാഹുവിൽ തവക്കൽ ചെയ്തിട്ട് നമ്മളെ തല എപ്പോഴും ഫ്രീ ആക്കിയിടുക. അപ്പം നമ്മൾ മറ്റുള്ളവരോട് ഷൗട്ട് ചെയ്യാതെ കഴിയും. അതുപോലെ നമ്മൾ ഇവിടെ മറ്റുള്ളവർ ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല, അവരുടെ തലയിൽ നിറച്ചും അവര് കാര്യങ്ങൾ നിറച്ചു വെച്ചതുകൊണ്ടാണെന്നുള്ളത് ഓർക്കുക. അതുപോലെ ഹെൽപ്ലെസ് ഫീൽ ചെയ്യുന്ന, ആരും എന്നെ സഹായിക്കാനില്ല, ഞാൻ ഒറ്റക്കാണ് എന്നുള്ള ഒരു, എനിക്ക് ഇനി ഒന്നും സഹായിക്കാൻ കഴിയൂല, അതേപോലെ തന്നെ എനിക്ക് ഇന്നെ ആരും സഹായിക്കാനില്ല, ഇതൊക്കെ ഫീൽ ചെയ്യുന്നവരാണ് വെച്ചാല് എല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ തന്നെ ഉള്ളൂ, നീ അങ്ങനെ ഒന്നും ചെയ്യല്ലേ, നീ ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ, അത് അങ്ങനെ ആക്കല്ലേ, ആകെ ഞാൻ തന്നെ ഉള്ളൂ ഇവിടെ കഷ്ടപ്പെടാൻ, ഇതേ രീതിയിലായിരിക്കും അവര് പറയാം. അപ്പം അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ എല്ലാതും കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവരുടെ ഉള്ളില് വേറെ ആരും ഇന്നെ സഹായിക്കാനില്ല എന്നുള്ളൊരു ഹെൽപ്ലെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മളാണെങ്കിലും നമ്മളെ ഉള്ളിലേക്കൊന്ന് നോക്കുക, ഓക്കെ ഞാൻ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ, ഞാൻ അങ്ങനെ പെരുമാറുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇതിലൂടെ നമ്മളും നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാം. അടുത്തതായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലായി എന്ന് വെച്ചാൽ എങ്ങനെ പെരുമാറണം എന്നറിയില്ല, എവിടെയാണ് എന്താണ് പറയേണ്ടത് എന്നറിയില്ല, പറയേണ്ടത് ശരിയായ രീതിയിൽ പറയാൻ അറിയില്ല. ചിലപ്പം അവർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ചിലര് സന്തോഷം വരുമ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തലായിരിക്കും, അല്ലെ? ചിലപ്പോ നല്ല സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും, എന്നാലും പറയാം എന്താണ് ഈ എന്താണ് ഇത്രയും നേരം വൈകിയത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ആ ഇങ്ങനൊക്കെ കണ്ടാ മതി, ഒരു കുറ്റപ്പെടുത്തലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അവര് സന്തോഷത്തോടെ ആയിരിക്കും അത് പറയുന്നത്. ആ കളിയാക്കലും അല്ലെങ്കിൽ ആ ഈ ചീത്ത പറച്ചിലൊക്കെ അവര് സന്തോഷത്തോടെ തമാശയായിട്ടാവും പറയുന്നത്. പക്ഷെ നമുക്ക് അത് ആ രീതിയിൽ എടുക്കാൻ കഴിയില്ല, കാരണം നമ്മള് വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനെ എന്നുള്ള, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇത്രയും ഹാപ്പി മൊമെന്റിലൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്,
അപ്പൊ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് എങ്ങനെ അവിടെ പ്രതികരിക്കണം എന്ന് അവർക്ക് അറിയില്ല. അറിവില്ലായ്മ ഒരു തെറ്റല്ലല്ലോ അല്ലെ? അപ്പം അവര് ചിലപ്പം വാക്കിനും ഇങ്ങനെ ദേഷ്യമായിരിക്കും. നമ്മൾ ഹാപ്പി ആയിട്ട് ഞാൻ ഇതാ വന്നു എന്ന് പറഞ്ഞ ഇപ്പോഴാണോ വരുന്നേ, വന്നോ, എന്നാ അത് നോക്ക്, ഈ രീതിയിലായിരിക്കും. സത്യത്തിൽ അവർ അവിടെ ഹാപ്പി ആയിരിക്കും, പക്ഷെങ്കിൽ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ മുന്നിൽ നമ്മളെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് അറിയാത്തതുകൊണ്ടല്ലേ. അപ്പം നമ്മളെ കൂടുതൽ പറഞ്ഞ് വിശദീകരിച്ച് കൊടുക്കേണ്ട, അവിടെ മിണ്ടാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ്. അടുത്തൊരു കൂട്ടരുണ്ട്, ഉള്ളില് ഭയം അല്ലെങ്കിൽ ഞാൻ പോരാന്നുള്ള ഒരു തോന്നൽ വെച്ച് നടക്കുന്നവര്. അവർക്ക് ഉള്ളിൽ ഒരു പൊടിയും കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും പോകുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ അവരെക്കാളും മെച്ചമുള്ളതാണ്, എന്നെ സംബന്ധിച്ച് ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കായാലും മറ്റൊരാൾക്കായാലും ഇല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം, ഇപ്പൊ നമുക്കാണ് ആ സ്വഭാവം ഉള്ളത് വെച്ചാല് നമ്മുടെ ഉള്ളില് നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് വരുന്ന മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. നമ്മൾ മറ്റുള്ളവരെ ഡൗൺ ചെയ്യും. കാരണം നമുക്ക് അവരെ താഴ്ത്തിയിട്ട് വേണം നമുക്ക് അതിനേക്കാൾ മെച്ചമുള്ളതാണ് ഞാനെന്ന് പറയാന്. അതിനാണ് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുക, കുറ്റം പറയാ, അതേപോലെ മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ ചെയ്യാൻ. നീ ഇങ്ങനെയല്ലോ, അത് നോക്കിയാ അവളുടെ ഡ്രസ്സ് എന്ത് അടിപൊളിയാണ്, അല്ലെങ്കിൽ ഓനെ നോക്കിയാ ഓന അങ്ങനെയാണ്, മറ്റൊന്നും ഇങ്ങനെയാണ്, ഈ രീതിയിൽ കമ്പാരിസൺ, താരതമ്യപ്പെടുത്തും മറ്റുള്ളവരുമായിട്ട്. ഇതെല്ലാം നമ്മുടെ അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആളുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ഈ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഈ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്നതും കുറ്റം പറയുന്നതും താരതമ്യപ്പെടുത്തുന്നതൊന്നും ഒരു കഴിവല്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭയമാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് ഇനി അങ്ങനെ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ മനസ്സിലാക്കുക, അവരുടെ ഉള്ളിൽ തന്നെ അവർക്കൊരു ഇൻസെക്യൂരിറ്റി, ഒരു ഭയം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടും മറ്റുള്ളവരെ താഴ്ത്തി കെട്ടിയിട്ടൊക്കെ നടക്കുന്നത് എന്നുള്ളത്. പിന്നെ ഏഴാമത്തെ കൂട്ടര് എക്സ്പെക്ടേഷൻസ് മിസ്മാച്ച് ആയിരിക്കും. ഇപ്പൊ വല്ലാണ്ട് പ്രതീക്ഷിക്കും, അവരിങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അവരതായിരിക്കണം, എന്നിട്ട് ആ രീതിയിൽ ആ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ പ്രതീക്ഷകൾ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അവരായിട്ടില്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനും ഭയങ്കര ദേഷ്യവും സങ്കടവും അല്ലെങ്കിൽ അവിടെ വാക്കുവാദം ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഉള്ളവർ അങ്ങനെ ആ ഒരു സ്വഭാവം മാറ്റാൻ നമ്മളാണ് അങ്ങനെ സ്വഭാവത്തിൽ വെച്ചാൽ നമ്മള് പ്രതീക്ഷകൾ ഇല്ലാണ്ടാക്കുക. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പ്രതീക്ഷിക്കാതിരിക്കുക. കാരണം മറ്റുള്ളവർക്ക് അവരെങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ആരെ കാര്യത്തിലും ഇടപെടാനുള്ള അവകാശമില്ല. ഇവൻ നമ്മുടെ മക്കൾ തന്നെ ആയിക്കോട്ടെ, പ്രായപൂർത്തിയായി അവര് അവരുടെ രീതിയിലേക്ക് എത്തിയാൽ പിന്നെ നമ്മള് അതിന് ഇടപെടാൻ പോകരുത്. വേണമെങ്കിൽ അഭിപ്രായം പറയാം, മോനെ ഈ രീതിയിൽ ചെയ്താൽ നല്ലതല്ലേ എന്നുള്ള രീതി പറയാം. അതിലപ്പുറം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അതാക്കണം, ഇതാക്കണം. കാരണം ഓരോ വ്യക്തിക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്, അവരവരുടെ മനസ്സമാധാനമുണ്ട്, അവരവരുടെ മനസ്സുണ്ട്, ഹൃദയമുണ്ട്. അപ്പം നമ്മളെ മക്കളാവട്ടെ, മരുമക്കളാവട്ടെ, അല്ലെങ്കിൽ അമ്മായിമ്മമാരാവട്ടെ, ആരും ആവട്ടെ, ഹസ്ബൻഡ് ആവട്ടെ, ഈ രീതിയിൽ ആര് തന്നെ ആയാലും നമ്മളെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷ വെച്ചിട്ട് അവർ ഉയരുന്നില്ലെങ്കിൽ അതിന് നമ്മൾ ഫ്രസ്ട്രേഷൻ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യണ്ടേ? അവരിലേക്കല്ല, ആദ്യം എന്നിലേക്ക് നോക്കുക. പലരും മോശം ആളുകളായിട്ടാവില്ല, പക്ഷെ അവരുടെ ഉള്ളിലൊക്കെയും ഓരോ ഹീലാകാത്ത ഓരോ മുറിവുകളുണ്ട്, അല്ലെങ്കിൽ പല മുറിവുകളുണ്ട്. അതുകൊണ്ടാണ് അവരുടെ സ്വഭാവം ഈ രീതിയിലേക്ക് ആയത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരാളുടെ സ്വഭാവം അവരുടെ കഥയാണ്. നമ്മളത് പേഴ്സണലി എടുക്കല്ല വേണ്ടത്. ഒരാൾ ഒരു രീതി പെരുമാറുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അല്ലാതെ ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെ പെരുമാറുന്നു അതിന്റെ കണ്ണാടിയായി നമ്മൾ മാറാതിരിക്കാം. ആരൊക്കെ എങ്ങനെയൊക്കെ പെരുമാറിയാലും ഞാൻ എന്റെ സ്വഭാവം ഈ രീതിയിലാണ് എന്ന് നമ്മളെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുക. ഇൻഷാ അള്ളാ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെപ്പോഴും സമാധാനത്തിന്റെ മാലാഖമാരാവുക എന്ന് പറയുന്ന പോലെ, വെള്ളരിപ്രാവുകളാവുക എന്ന് പറയുന്ന പോലെ, നമ്മളെപ്പോഴും നമ്മളെ സ്വഭാവത്തിൽ ഇനി എന്തൊക്കെ മാറ്റം കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കാം. നമ്മളെ
തന്നെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ സമയം നമ്മളെ തന്നെ മാറ്റുന്ന സമയത്ത് തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ ഓട്ടോമാറ്റിക്കലി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അള്ളാ ഈ ഒരു സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞത് അത് നമ്മുടെ മക്കൾക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ബാധകമാണ്. അതേപോലെ തന്നെ നമുക്കും ബാധകമാണ്. ഇത് ഒരു തവണ കേട്ടാൽ ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. ഒന്നിൽ കൂടുതൽ തവണ ചിലപ്പോൾ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ എഴുതിയെടുക്കേണ്ടി വരും. നമ്മുടെ ഓരോരുത്തരും സ്വഭാവം എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് നീണ്ട വീഡിയോ ആണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ എല്ലാവരും വ്യത്യസ്തരാണ്. കാരണം അള്ളാഹു അവരെ വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചതാണ്. അപ്പം ഓരോരുത്തരും സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് അവരോട് എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെരുമാറാൻ തുടങ്ങിയാല് അതിനനുസരിച്ച് നമ്മുടെ കുടുംബജീവിതം സ്വർഗമായി മാറും. ഇൻഷാ അള്ളാ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി ഉം, നമുക്ക് മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ളത് അല്ലെ. നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലൊക്കെ അള്ളാഹുവിനോട് പറയാം, എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല, പക്ഷെ അള്ളാഹുവിനെ അറിയാം. അല്ലെങ്കിൽ അള്ളാഹുവേ നീ നല്ല രീതിയിലാക്കണേ. നമ്മളെല്ലതും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിക്കാം. നമ്മളെ വിഷമിപ്പിച്ചാലും ഓക്കെ, അള്ളാഹുവേ ഇങ്ങനെ വിഷമം ഉണ്ടായിന്, പക്ഷെ നീ അവർക്ക് പുറത്തു കൊടുക്കണേ. ഉം, മനസ്സിന്റെ തെറ്റുകൊണ്ടായിരിക്കാം അവർക്ക് പുറത്തു കൊടുക്കണേ. അതേപോലെ തന്നെ എനിക്കും പുറത്തു തരണം. ഈ രീതിയിൽ നമ്മള് പൊറുക്കലിനെ തരാം. കാരണം അത് അവിടെ വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുക, നമ്മുടെ ഹൃദയത്തിൽ ഒരു കറയായിട്ട് പിന്നീട് മാറും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് അത് പുറത്തു കൊടുക്കുക. അതേപോലെ തന്നെ പൊറുക്കലിനെ തരിക, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഇസ്ലാമിൽ പഠിപ്പിച്ച കാര്യം അതാണ്. അപ്പം ചുരുക്കി പറഞ്ഞാല് നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്തിട്ട് മാറ്റാൻ കഴിയില്ല. നമ്മൾ എങ്ങനെ മാറണമെന്ന് നമുക്ക് മാറ്റാൻ പറ്റും. അതുവഴി ചിലർക്ക് മാറ്റം വരാം, വരാതിരിക്കാം. അത് അതുപോലെ നമ്മളെ ദുആകളെ കൊണ്ട് അള്ളാഹു മാറ്റിത്തരാം. ഓക്കെ. ഇപ്പം പലരുടെയും തെറ്റിദ്ധാരണയാണ് നമ്മൾക്ക് ഉപദേശിച്ചാല് മാറ്റാൻ കഴിയും, അല്ലെങ്കിൽ ഉപദേശം പറഞ്ഞാല്, വഴക്കിട്ടാല്, ചീത്ത പറഞ്ഞാല്, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയാല്, നേരിട്ട് കുറ്റപ്പെടുത്തിയാല്, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ അതിനെ പ്രതിരോധിക്കുക മാത്രമേ ചെയ്യാം. ഞാൻ അങ്ങനെ ഒന്നുമല്ല, അതൊക്കെ നിന്റെ തോന്നലാണ്, അത് നീ ആദ്യം നന്നാവ്, ഈ രീതിയിലായിരിക്കും അവരുടെ പ്രതികരണം വരിക. ശരിയല്ലേ? ഇതെല്ലാം എല്ലായിടത്തും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ഇനി നമുക്ക് മാറ്റം വരാൻ സാധ്യതയുള്ള വഴികൾ കുറച്ച് നോക്കാം ഇൻഷാ അള്ളാ. നമ്മള് മാറുന്ന സമയത്ത് നമ്മള് ഭയങ്കര സമാധാനപ്രിയരായി മാറി, നമ്മളെ എല്ലതും ക്ലിയർ ആക്കി നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും സ്ഥിരമായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്തു തുടങ്ങുകയാണെന്ന് വെച്ചാല് നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ മക്കള് മാറാൻ സാധ്യതയുണ്ട്. കാരണം നമ്മള് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നതൊക്കെയാണ് കണ്ടു വളരുന്നതെന്നുണ്ടെങ്കിൽ മക്കളും സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെ ആയിരിക്കും അവരുടെ സ്വഭാവം വരുന്നത് അല്ലെ. ചീത്ത പറയുന്നതും അതേപോലെ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കരയുന്നതൊക്കെയാണ് കാണുന്നത് വെച്ചാല് അവരും അതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ടാണ്, നമ്മൾ കാമായി, നമ്മൾ സമാധാനത്തോടെ ശാന്തിയോടെ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയും മെല്ലെ മെല്ലെ അതിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അത് മാത്രമാണ് ഒരു ചാൻസ് ഉള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവര് പല രീതിയിലാണെന്ന് പറഞ്ഞു. അവരെല്ലാരും മാറ്റിയെടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, നടക്കുന്ന കാര്യമല്ല. മറിച്ച് നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. നമ്മുടെ ഹൃദയത്തിന് മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു മതിൽക്കെട്ട്, അതിന്റെ ഉള്ളിലൂടെ ആവശ്യമുള്ളവരെ മാത്രം അകത്തേക്ക് കടത്തുക. വെച്ചാല് നമ്മളെ മനസമാധാനം കളയാത്തവരെ മാത്രം നമ്മൾ അകത്തേക്ക് കടത്തുക. അല്ലാത്തവര് പറഞ്ഞാല് നമ്മൾ പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടി പുറത്ത് കളയാം, ആ രീതി തന്നെ കൊണ്ടു പോവാം. അതേപോലെ തന്നെ ഈ ആളുകളായിട്ട് സംസാരിച്ചു കഴിഞ്ഞാല് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യാം, പൊറുക്കലിനെ തരാം. അള്ളാഹുവെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പുറത്തു തരാം. അതേപോലെ തന്നെ അവർക്കും പുറത്തു കൊടുക്കണേ, ഞങ്ങളെല്ലാവരും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇവിടേക്ക് പറഞ്ഞയച്ച തന്നെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കാനാണെന്ന്. അപ്പം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഉമ്മത്തായ നമ്മള് നല്ല സ്വഭാവം പഠിക്കണ്ടേ അല്ലെ. ഇൻഷാ അള്ളാ നമുക്ക് നല്ല സ്വഭാവത്തിലേക്ക് എത്തണം. അതിനു വേണ്ടി പരിശ്രമിക്കണം, ഇന്നു മുതൽ തന്നെ പരിശ്രമിക്കണം ഇൻഷാ അള്ളാ. അപ്പം ഈ നമ്മളെല്ലാം സഹിക്കുക എന്നുള്ളതല്ല നമ്മളെ
ക്ഷമ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക, നമ്മളെ സമാധാനം മറ്റുള്ളവരെ കയ്യിൽ കൊടുക്കാതിരിക്കുക, നമ്മൾ അള്ളാഹുലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മളെ മെച്ചപ്പെടുത്തിയോണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ക്ഷമ, അള്ളാഹുവിന്റെ പ്രതിഫലം എല്ലാതും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളെല്ലതും അടിയറവ് പറഞ്ഞ് വിഷമിച്ച് അവരുടെ കുത്തുവാക്ക് എല്ലാതും ഹൃദയത്തിൽ കയറ്റി നമ്മൾ തന്നെ നമ്മളെ, ഒരാളെ ഒരു തവണ ചിലപ്പം കുത്തുവാക്ക് പറയുള്ളൂ, പക്ഷെ നമ്മളത് ചിലപ്പം ആഴ്ചകളോളം നമ്മളെ ഹൃദയത്തിലിട്ട് സ്വയം മുറിവ് ഏൽപ്പിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട്. അല്ലെ? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരാള് ഇപ്പം ഞാനിപ്പോ നിങ്ങളോട് ഒരു തമാശ പറഞ്ഞാല് ഫസ്റ്റത്തെ സമയം നിങ്ങൾ ചിരിക്കായിരിക്കും. വീണ്ടും തമാശ അത് ആവർത്തിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങള് ഞാനല്ലേ പറഞ്ഞത് വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യണ്ട വെച്ചിട്ട് ചിലപ്പോ ഒന്നും കൂടി ചിരിക്കുമായിരിക്കും. അല്ല, അല്ലെങ്കിൽ അപ്പൊ തന്നെ ഇത് നേരത്തെ പറഞ്ഞ തമാശ അല്ലേന്ന് വെച്ചു. ഒരു 3-4 തവണയും കൂടി പറയുകയാണെന്ന് വെച്ചാല് ഒന്നും മിണ്ടാതെ പോയാ എനിക്ക് വേറെ പണിയുണ്ട് പറയില്ലേ. നേരെ മറിച്ച് ഞാൻ ചീത്ത പറയുകയാണെങ്കിലോ, നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് പറഞ്ഞു വെച്ചാല് അത് കേൾക്കും, എന്നിട്ട് വേദനിക്കും. രണ്ടാമത് അതേ വാക്കുകൾ വീണ്ടും പറഞ്ഞാൽ അത് വീണ്ടും എടുക്കും, ഉള്ളിലേക്ക് എടുക്കും, വേദനിക്കും. മൂന്നാമത് വരുമ്പോ അത് വീണ്ടും വേദനിക്കും. അല്ലേ? അപ്പം അതാണ് തെറ്റ്. അല്ലെങ്കിൽ ഞാൻ ഒരു തവണ പറഞ്ഞാൽ തന്നെ നിങ്ങൾ അത് നിങ്ങളുടെ ഉള്ളിലിട്ടിട്ട് വീണ്ടും കുത്തും, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു തവണ കൊണ്ട് നിർത്തുന്നുണ്ട്, പക്ഷെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മളെ ഹൃദയത്തിൽ മുറിവേൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സ്വഭാവമല്ലേ ഫസ്റ്റ് മാറ്റേണ്ടത്, ഈ ഒരു ശീലമല്ലേ നമ്മൾ ആദ്യം മാറ്റേണ്ടത്. ഇന്നു മുതൽ ആ ശീലം നിർത്തലാക്കുക. നമ്മളെ വേദനിപ്പിച്ച ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ആ ഒരു ചെറിയ പീസ് കടലാസിന്റെ ഏറ്റവും മൂലക്കുള്ള ഒരു ചെറിയ വരികൾ മാത്രമാണ് നമ്മുടെ ഒരു ദിവസമാകുന്ന പേജിന്റെ ഒരു എവിടെയോ ഉള്ള ഒരു ചെറിയ സ്ഥലം മാത്രമാണ് ആ ഒരു വരികൾ വന്നിട്ടുള്ളത്. ബാക്കിയുള്ള വരി മുഴുവനും നമുക്ക് സമാധാനത്തിന്റെ സ്പേസ് ആണ്. അപ്പൊ ആ ഒരു വരിനെ എടുത്തുകൊണ്ട് നമ്മൾ ഫുള്ള് റിപ്പീറ്റ് ചെയ്ത് ആ പേജ് മുഴുവനും ആ വരി എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ വരി അവിടെ ഉണ്ടോ, നമുക്ക് ഒന്നെങ്കിൽ റബ്ബർ എടുത്ത് അത് മായ്ച്ചു കളയാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കളയാം, അടുത്ത പേജ് മറിക്കുമ്പോൾ അത് കാണുന്നില്ല. ഓക്കെ, ഈ രീതിയിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാം. നമ്മളെപ്പോഴും നമ്മളെ സ്വയം നന്നാവാൻ ശ്രമിക്കാം, നമ്മുടെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കാം. നമ്മളെപ്പോഴും ഹാപ്പി ആവാൻ എന്തൊക്കെ ചെയ്യണം, നമ്മൾ മനസ്സമാധാനത്തിലേക്ക് എത്താൻ എന്തൊക്കെ ചെയ്യണം, അതിന് ഏറ്റവും നല്ല മാർഗം എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ ഏൽപ്പിക്കാം. തവക്കൽത്തു അലല്ലാഹ് വഹുവ റബ്ബുൽ അർശിൽ അസീം. അള്ളാഹു മതി. നമ്മൾ പലപ്പോഴും ആളുകളിൽ ഇപ്പൊ നമ്മളെ ഈ പരാതി പറയുമ്പോ തന്നെ ആലോചിച്ച് നോക്കുക, എന്റെ ഹസ്ബൻഡ് അങ്ങനെ ചെയ്യുന്നില്ല, അല്ലെ എന്റെ മക്കൾ ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ പ്രതീക്ഷിക്കാണ് അവരിങ്ങനെ ചെയ്യും, എന്നിട്ട് അത് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് സങ്കടം വരാണ്. അതിനു പകരം ഓക്കെ, നോ പ്രോബ്ലം, അവര് ചെയ്തു തരുന്നൊക്കെ അൽഹംദുലില്ലാ റാഹത്താണ്. അല്ലാത്ത കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ എനിക്ക് അവരെക്കാളൊക്കെയും അള്ളാഹ് ഉണ്ട് എന്റെ കൂടെ, അത് മതി എനിക്ക് മനസ്സമാധാനത്തിന്. ഈ രീതിയിലേക്ക് നമ്മൾ മാറും ഇൻഷാ അള്ളാ. അതേപോലെ തന്നെ നമ്മള് കൂടുതൽ ഡ്രാമ കളിക്കാതിരിക്കാം. എന്ന് വെച്ചാല് നമുക്ക് ഇഷ്ടമില്ലാത്തവരുമായിട്ട് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥ, അതൊന്നും നമ്മൾ അതിനെ അഭിനയിക്കാനൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മളെ ഹൃദയം ക്ലീൻ ആക്കി നമ്മളെ എപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മളോട് നെഗറ്റീവായിട്ട് സംസാരിച്ചവരുണ്ടായിരിക്കും, അവരോട് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുക, സലാം പറയാ, നിങ്ങൾക്കും സമാധാനം ഉണ്ടാവട്ടെ, എനിക്കും സമാധാനം ഉണ്ടാവട്ടെ, ഓക്കെ, മാറിപ്പോവാ. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ മാറിപ്പോവാ. അതിലുപരി അവരെ വീണ്ടും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ വിഷമം അല്ലെങ്കിൽ ആ ഒരു കാര്യം അവിടെ വെച്ചുകൊണ്ട് ഉള്ളിൽ തീരെ ഇഷ്ടമല്ല, പുറമെ നിന്നിട്ട് തേനൊലിപ്പിക്കാന്ന് പറഞ്ഞ പോലെ ആ രീതിയിൽ പെരുമാറാതിരിക്കാം. കാരണം നമ്മള് അങ്ങനെ ഒരു അഭിനയത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. അതേപോലെ തന്നെ ഇപ്പം നമ്മളെ കുറ്റപ്പെടുത്തുന്നവരാണ് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നവരാണ്, അന്നില്ലേ ഞാന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് കേട്ടോ വെച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാം, കൂടുതൽ നമ്മളെ വിശദീകരിക്കാതിരിക്കാം, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ശ്രമിക്കുന്ന ആളുകളുടെ ആ ഒരു പവർ കുറയും. നമ്മൾ അതിന് മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല കാണുമ്പോൾ തന്നെ അവർ സ്വാഭാവികമായിട്ടും അവര് അതിൽ നിന്ന് ഒഴിവാവും. ഓക്കെ, അവൾ ആ ടൈപ്പാണെന്ന് വിചാരിച്ചിട്ട്.
നമ്മള് ചില മാറ്റങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതിനാണ് നമ്മൾ ക്ഷമിക്കുക. അതേപോലെ തന്നെ അള്ളാഹുവില് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു മനസ്സുകളെ മാറ്റുന്നവനാണല്ലോ. അപ്പൊ അള്ളാഹ്ക്ക് മാറ്റാൻ കഴിയാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. അള്ളാഹു മാറ്റി തരും. പക്ഷെ അത് മാറാത്തത് കൊണ്ട് നമ്മളെ മനസ്സമാധാനം അവരുടെ കാൽക്കൽ കൊണ്ടുപോയി വെക്കരുത്, അല്ലെങ്കിൽ അവരുടെ വായലാവരുത് നമ്മളെ മനസ്സമാധാനം. ഇൻഷാ അള്ളാ ഓരോരുത്തർക്കും മാറ്റം വരുന്നത് അവരുടെ ആഗ്രഹത്തിൽ നിന്നാണ്, അല്ലാതെ നമ്മുടെ ബലം കൊണ്ടല്ല. നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഇത് കാണുന്നത്. അല്ലാതെ മറ്റൊരാള് നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ട് നീ ഇത് കാണണം എന്നിട്ട് നീ മാറണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് കാണാനും താല്പര്യം ഉണ്ടാവില്ല, കേട്ടാലും നെവർ മൈൻഡ് മാറാനും താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, വീണ്ടും പറയാണ്, സഹിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചമർത്താൻ നിന്ന് കൊടുക്കലോ അല്ലെങ്കിൽ ചീത്ത പറയാൻ നിന്ന് കൊടുക്കലോ ഒന്നുമല്ല. നമ്മൾ എങ്ങനെ അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള ആ കാര്യം നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കാം. അതിന് തിരിച്ചെങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാം. ചിലപ്പം നമുക്ക് ശീലമായിട്ടുണ്ടാവും അവര് ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ മറുത്ത് ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനു പകരം നമ്മളൊരു ബുക്ക് എടുക്കുക, എഴുതി നോക്കുക, എന്നോട് ആരൊക്കെ ഏത് രീതിയിലാണ് നെഗറ്റീവായിട്ട് പെരുമാറാറുള്ളത്. അപ്പം അവരോടൊക്കെ ഇനി ഞാൻ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് തിരിച്ച് പെരുമാറേണ്ടത് എന്നുള്ളത് ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് പിന്നീട് അവരെ കാണുമ്പോൾ നമുക്ക് അത് ഓർമ്മ വരും. ഓക്കെ, ഈ രീതിയിലാണ് ഞാൻ പെരുമാറേണ്ടത്. ആ രീതിയിൽ നമ്മൾ പെരുമാറി തുടങ്ങുക. അത് നമ്മളൊരു സ്റ്റാർട്ടിങ് ആയിരിക്കും. പിന്നീട് നമ്മൾ മാറി 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 നമ്മൾ ആ ലെവലിലേക്ക് എത്തും ഇൻഷാ അള്ളാ. നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞത് സത്യത്തിൽ നമ്മള് സ്വന്തം സ്വന്തമായിട്ടൊരു അഭിമാനം അത് കാത്തു സൂക്ഷിക്കലാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം അഭിമാനം പണയം വെക്കലാണ്. അപ്പം അത് ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം അഭിമാനം, സ്വന്തം സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഇതൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറി തുടങ്ങാം ഇൻഷാ അള്ളാ. അവസാനമായിട്ട് പറയാനുള്ളത്, മാറ്റാൻ കഴിയാത്തവരെ മാറ്റാൻ ശ്രമിച്ച് നമ്മളെ ലൈഫ് നമ്മൾ തകർക്കരുത്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ ലൈഫിൽ. നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് തീർക്കാനുള്ള ലൈഫല്ല നമ്മളത്. നമുക്കൊരു ജീവിത ലക്ഷ്യമുണ്ട് ഇൻഷാ അള്ളാ. ആ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. ഇത് തന്നെ ഒരുപാടായിട്ടുണ്ട്. അപ്പം ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കോഴ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെ നല്ല ഹാപ്പി മുസ്ലിമയായിട്ട് ജീവിക്കാം, ഖുർആൻ തഫ്സീർ തജ്വീദ് തർജമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആണ് വരുന്നത്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് മാസം 300 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പം അതിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഞാൻ കമന്റ് ബോക്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം ഇൻഷാ അള്ളാ. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ കമന്റും ഷെയറും ലൈക്കും ഒക്കെയും ഈ വീഡിയോ ഇത് ആവശ്യമുള്ള മറ്റുള്ളവരിലേക്ക് എത്താനും കാരണമാവും. അതിലൂടെ അവർ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ ചെയ്തതുപോലെയുള്ള പ്രതിഫലം നമുക്കും രേഖപ്പെടുത്താൻ കാരണമാവും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.